ഡോണറിന് കിട്ടിയില്ലെങ്കിൽ കൂടി വന്ന ഒരു 25 years അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. ഇറ്റ് ഈസ് നോട്ട് എ ക്യാൻസർ, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഈക്വലി ഫേറ്റൽ ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. ക്യാൻസർ ആൾക്കാർക്ക് പേടിയുണ്ട്, പക്ഷേ ഇങ്ങനത്തെ രോഗങ്ങൾ ആർക്കും അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അത് ചിലപ്പം വെച്ചുകൊണ്ടിരിക്കും, വിച്ച് ക്യാൻ ബി ക്യൂർഡ്. സോ ഇഫ് ഐ ഡോണ്ട് ഹാവ് എ മാച്ച് ഇൻ മൈ ഫാമിലി, ഐ ഹാവ് ടു ലുക്ക് ഔട്ട്സൈഡ്. ആ ഔട്ട്സൈഡിനകത്ത് എത്രയും കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത്രയും എൻ്റെ പ്രോബബിലിറ്റി കൂടും. എൻ്റെ മൂത്ത മോൻ പറയും അവനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും അവനിക്ക് അതുവരെയും എത്താനുള്ളൊരു ചാൻസ് ഉണ്ടോ അവൻ്റെ ലൈഫിൽ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കും. One of them told me, like, if you get the opportunity, please go do it. Like, it is one of the most noble things that you can do without spending a penny. വിത്തൗട്ട് മെഡിസിൻസ് ഇൻ ഫ്യൂച്ചർ. ഇതിപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് കൂട്ട് ലൈഫ് ലോങ് മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ദ ട്രാൻസ്പ്ലാന്റ് വിത്തിൻ എ ഇയർ യു ആർ ഓഫ് മെഡിസിൻസ്, യു ഹാവ് എ നോർമൽ ലൈഫ്. മനുഷ്യത്വം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെപ്പോലൊരു ആ ടൈമിലൊരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്ന എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി എനി മാൻ, എനി പേഴ്സൺ ഹൂ ഇസ് ഹെൽത്തി ഇനഫ് ടു ഡൊണേറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഒരു ജീവൻ അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവൻ ഒരു പുതുജീവൻ നൽകാൻ പറ്റും. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് ഇൻ ഫോക്കസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെയധികം ഡീപ്പായിട്ടും അതേസമയത്ത് വളരെയധികം അവയർനെസ് വേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണ്. ആൻഡ് ദാറ്റ്സ് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ആൻഡ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വി ഹാവ് 3 guests with us. Let's welcome our guests to the show. വെൽക്കം നിസ. നിസ ഈസ് എ പേരൻറ്റ്. നിസയ്ക്ക് 3 മക്കളാണ്. 3 കുട്ടികൾക്കും താലസീമിയ ഉണ്ട്. ആൻഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. വി ഹാവ് ഡോക്ടർ ചെപ്സി പി ഫിലിപ്പ്. ഹി ഈസ് എ പ്രൊഫസർ അറ്റ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ആൻഡ് അദ്ദേഹം ഒരു ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനാണ് ഇൻ ഹീമറ്റോളജി. അത് ഈ സബ്ജക്ട്സ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. വിൽ ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽ. ആൻഡ് വി ഹാവ് സായ് സച്ചിൻ, ഓൾമോസ്റ്റ് എ ഡോക്ടറാണ്, അതായത് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ വെരി സൂൺ വിൽ ബി എ ഡോക്ടർ. ആൻഡ് ഹി ഈസ് ഓൾസോ എ ബ്ലഡ് സ്റ്റെം സെൽ ഡോണറാണ്. സോ വെൽക്കം സായ്. ആൻഡ് അറ്റ് ദി ഓൺസെറ്റ് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ സോഷ്യലിയും വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇത് കേൾക്കാൻ, ഇത് മനസ്സിലാക്കാനുള്ള സമയം, ക്ഷമം നിങ്ങൾ നൽകണം. അതൊരു റിക്വസ്റ്റാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പലതരത്തിലുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ക്യാൻസേഴ്സ് ഒക്കെ ക്യൂർ ചെയ്യാൻ ഉള്ള ഒരു വഴിയാണ് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് പ്ലീസ് സ്റ്റേ വിത്ത് us till the very end of the episode. Take the time out to hear and understand about this particular method of treatment. And we'll start with you, Nisa. Nisa, I don't know how you deal with this. ഞാനൊരു പേരൻ്റാണ്. ഇത് എളുപ്പമല്ല. 3 കുഞ്ഞുങ്ങൾക്ക് താലസീമിയ ഉണ്ട്. ആൻഡ് താലസീമിയ എന്താണെന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിക്കാം. പക്ഷെ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഈ ഒരു സമയത്ത് ഈ 3 കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ് നടക്കുന്നത്? ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ഗോ ത്രൂ ഓൺ എ ഡെയിലി ബേസിസ്? മൂത്ത കുഞ്ഞ് 12 വയസ്സുള്ള കുഞ്ഞാണ്. അവനിക്ക് 3-ാം മാസത്തിലാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നത്. അന്ന് മുതൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെയും അവനിക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ്. 20 days കൂടുമ്പോഴാണ് ഇപ്പോൾ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എവറി 20 days ബ്ലഡ്. ഓക്കെ. അതേ തന്നെയാണ് ബാക്കി 2 കുഞ്ഞുങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും എവറി 20 days ഇതുപോലെ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായിരുന്നു ആദ്യം കണ്ടിരുന്ന സിംറ്റംസ്? പനിയാണ് വന്നത്. പനി വന്ന് കൊണ്ടുപോയി കാണിച്ചപ്പോൾ HBയുടെ കൗണ്ട് കുറവാണ്. അങ്ങനെ ബോൺ മാരോ ചെയ്തു. അന്നേരമാണ് അറിയുന്നത് തലസീമിയ മേജർ ആണെന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പയൻകിലേഷനും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും? എപ്പോഴാണ് ട്രാൻസ്ഫ്യൂഷന് കൊണ്ടുപോകേണ്ടത്? അങ്ങനെ വല്ല കണക്കുകൾ? ക്ഷീണം, തളർച്ച, വിളർച്ച എല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും. 20 ദിവസം ആകുമ്പോഴത്തേക്കും അവരെ HBയുടെ കൗണ്ട് കുറയും. ഓട്ടോമാറ്റിക്കലി അവർ ക്ഷീണിതരായിരിക്കും. വിശപ്പില്ലായ്മ,
വിളർച്ച അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ഓക്സിജൻ്റെ അളവ് കുറയും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ തന്നെ അവർ തന്നെ ഇങ്ങോട്ട് പറയും. ഇപ്പം പറയാനുള്ളതായി, ബ്ലഡ് കുറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് കയറ്റാനായിട്ടുണ്ടെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയും. ഏറ്റവും ഇളയ കുഞ്ഞിന് എത്ര വയസ്സ്? 8 വയസ്സ്. 8 വയസ്സ്. അപ്പോൾ 8 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സ്. 2 ആൺകുട്ടികളും നടുക്ക് പെൺകുട്ടിയും. അപ്പോൾ ഇവർ 3 പേരെയും ഓൾമോസ്റ്റ് എവറി മന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. നിങ്ങളുടെ ഫാമിലീനെ, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് തലസീമിയ? നല്ല രീതിക്ക് ഇതാക്കിയിട്ടുണ്ട്. എന്താ പറയുക, മെയിനായിട്ട് കുഞ്ഞുങ്ങളാണല്ലോ, 3 പേരും ഒരേപോലെ തന്നെ ആയെന്നുള്ളൊരു വിഷമം. അത് എത്ര നാളെങ്ങനെ എന്നറിയത്തില്ല. ഡോണറിന് കിട്ടിയില്ലെങ്കിൽ കൂടി വന്ന ഒരു 25 years അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. ഈ ഡോണറിനെ കാത്തിരിക്കുകയാണ് ഫോർ 12 വർഷമായി കാത്തിരിക്കുന്നു. ഈ ഡോണറിന് കിട്ടാൻ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്റ്റെം സെല്ലിനെ കുറിച്ച് വാക്കുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്, ബട്ട് വി ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ഇതിനകത്ത് എന്താണ് ഇത്രയും ഡിഫിക്കൽട്ടി. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് എളുപ്പത്തിൽ കിട്ടും, അതുപോലെ തന്നെ സ്റ്റെം സെൽ കിട്ടും എന്നുള്ള ധാരണയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഡോക്ടർ വുഡ് ലൈക്ക് ടു കം ടു യു. ഡോക്ടർ താലസീമിയ എന്ന് പറയുന്നതും അതുപോലെ ബ്ലഡ് ക്യാൻസേഴ്സ്, ഇതൊക്കെ വാട്ട് എക്സാക്ട്ലി ആർ ദീസ് ഡിസീസസ്? ആർ ദേ ഡിഫറെൻറ്റ്? ക്യാൻസർ, ജനറ്റിക് ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഡിഫറെൻ്റ് ആണോ? എങ്ങനെയാണ് ഡോക്ടർ അത് കാണുന്നത്? സോ ധന്യ, ഇതിപ്പം താലസീമിയ, ബ്ലഡ് ക്യാൻസേഴ്സ് ഇതെല്ലാം ബ്ലഡിൻ്റെ ഡിസീസാണ്. പക്ഷേ താലസീമിയ ഒരു നോൺ മലിഗ്നൻറ്റ് ഡിസീസാണ്. അതും സ്റ്റെം സെല്ലിൻ്റെ ഡിഫക്റ്റാണ്. പക്ഷെ അത് നമുക്ക് ഇൻഹെറിറ്റഡ് ആണ്. ജന്മനെ നമുക്ക് വരുന്ന ഇൻഹെറിറ്റഡ് ജനറ്റിക് ഡിഫക്റ്റാണ്. യൂഷ്വലി ബ്ലഡ് ക്യാൻസേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജന്മനെ അല്ല ആ ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ആസ് വി ഗ്രോ നമ്മൾ അക്വയർ ചെയ്യുന്ന ജനറ്റിക് ഡിഫക്റ്റാണ്. അതുകൊണ്ട് പലപ്പോഴും അത് ആഫ്റ്റർ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് യൂഷ്വലി അറിയുന്നത്. ഈവൻ ദോ ചിൽഡ്രനിലും അറിയാം. സോ രണ്ടും ജനറ്റിക്കാണ്. പല ആൾക്കാരുടെയും ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ജനറ്റിക് എന്ന് പറഞ്ഞാൽ ജന്മനെയാണെന്ന്. ദാറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇൻഹെറിറ്റഡ് ആണ് ഒരു വഴി, അതാണ് ആൾക്കാരുടെ മനസ്സിലുള്ള പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. പക്ഷേ ലുക്കീമിയ ജനറ്റിക് ആണ്. പക്ഷേ അത് നമ്മൾ ജന്മന പാരമ്പര്യം വരുന്നതല്ല, അത് അക്വയർഡാണ് ലേറ്റർ ഇൻ ലൈഫ്. അത് ചിലപ്പം 1 yearലായിരിക്കാം, ചിലപ്പം 90 years ഓഫ് ഏജിലായിരിക്കും ആ ജനറ്റിക് ഡിഫക്റ്റ് വരുന്നത്. സോ ഇത് ജനിച്ചപ്പോൾ മുതലുള്ള ഒരു ഇഷ്യൂ ആണ് താലസീമിയ. യെസ്, ബിക്കോസ് ആ സ്റ്റെം സെൽ അവർ ഉണ്ടായപ്പോൾ തന്നെ ആ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജനിക്കുന്നുണ്ടെ നമ്മുടെ മേജർ ഹീമോഗ്ലോബിൻ നിർണ്ണയിക്കുന്നത് ആ സ്റ്റെം സെല്ലിൻ്റെ ഇഫക്റ്റും കൊണ്ടല്ല, വേറെ ഹീമോഗ്ലോബിനാണ് ഇനീഷ്യൽ 6 months നമ്മുടെ ലൈഫിലുള്ളത്. അതുകൊണ്ട് അതാരും അറിയില്ല. 6 മാസം കഴിയുന്നത്തേക്ക് ഈ HbA എന്ന് പറയുന്ന ഹീമോഗ്ലോബിനിലോട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ മാറുന്നുണ്ടെ അതുണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പോഴാണ് ആ കുറവ് സാധാരണ പേഷ്യൻസ് അറിയുന്നത്. ചില ആൾക്കാർ ഇപ്പം നിശ പറഞ്ഞ തൊട്ട് ചിലപ്പോൾ ഇച്ചിരൂടെ വൈകിയായിരിക്കും ആ ഒരു വിളർച്ചയൊക്കെ കാണുന്നുണ്ടെ അറിയുന്നത്. പക്ഷേ 6 months വരെ ചിലപ്പോൾ നമ്മൾ അറിയില്ല. ബിക്കോസ് ആ സ്റ്റെംസിൻ്റെ ഡിഫക്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് തന്നെ ആഫ്റ്റർ 6 months ആണ്. സോ അത് ഇറ്റ് ഈസ് നോട്ട് എ ക്യാൻസർ, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഈക്വലി ഫേറ്റൽ ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. ക്യാൻസർ ആൾക്കാർക്ക് പേടിയുണ്ട്, പക്ഷേ ഇങ്ങനത്തെ രോഗങ്ങൾ ആർക്കും അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അത് ചിലപ്പം വെച്ചുകൊണ്ടിരിക്കും, വിച്ച് ക്യാൻ ബി ക്യൂർഡ്. ഇപ്പോൾ ഡോക്ടറാണ് ഈ 3 കുഞ്ഞുങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ ആസ് ഓഫ് നൗ എങ്ങനെയാണ്? വാട്ട് ഡു യു സീ? അവരുടെ എന്താണ് പ്രോബ്ലംസ് ഫ്രോം എ ക്ലിനിക്കൽ പെർസ്പെക്റ്റീവ്? സോ ഈ താലസീമിക് ചിൽഡ്രനെ ഞാൻ നിശയുടെ മക്കളെയും കാണുന്നുണ്ട്, ഇതിലും ഏജ് ആയ പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. സോ എൻ്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് എപ്പോഴും ഇതിലും വയസ്സായ പേഷ്യൻസിനെ കുറിച്ചായിരിക്കും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. സോ വെൻ ഐ സീ ദം, ഇവർ എക്സ്ട്രീംലി സ്മാർട്ട് ചിൽഡ്രനാണ്, എക്സ്ട്രീംലി സ്മാർട്ട് ചിൽഡ്രൻ, വെരി വെരി കേപ്പബിൾ. ഇപ്പം പറയുന്നില്ല, അവർക്ക് തന്നെ അറിയാം ഹീമോഗ്ലോബിൻ കുറയുന്നുണ്ട്, ഇന്ന് ബ്ലഡ് കയറ്റണം. ഏറ്റവും ഇളയാളാണെങ്കിൽ ഹീ ഡിസൈഡ്സ്, വരുന്നുണ്ടെ പറയും ഇന്ന് എനിക്ക് വേണ്ട, 2 ആഴ്ച കൂടെ ഓടും. ദേ നോ ദ ബോഡി, ദേ ആർ എക്സ്ട്രീംലി സ്മാർട്ട്. പക്ഷേ നമുക്കറിയാം ആ സ്മാർട്ട്നെസ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഹീമോഗ്ലോബിൻ. ഇപ്പം നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ എനർജി കിട്ടുന്നു. അവർ യൂസ് ടു ആയി, പക്ഷേ ആ സ്മാർട്ട്നെസ് അവർക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദേ ഹാവ് ടു റീച്ച് സംവെയർ എൽസ് ഇൻ ലൈഫ്. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കേട്ടുന്നുണ്ടെങ്കിൽ സ്കൂൾ മിസ്സാവും, നമ്മുടെ അടുത്ത് വരും,
നമുക്ക് പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻ ഉണ്ടെങ്കിലും വി നോ ദാറ്റ് അതൊരു വെരി കേപ്പബിൾ ചൈൽഡ് ഹു ഈസ് വേസ്റ്റിംഗ് ഹിസ് ടൈം ഇൻ ദ ഹോസ്പിറ്റൽ. വി ഡോണ്ട് വോണ്ട് ടു കീപ് ദം ഹിയർ. ദേ ഹാവ് ടു ബി മോർ ആക്റ്റീവ്. സോ കാണുന്നൊന്നെ വി ഫീൽ ഹാപ്പി ടു സീ ദം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ഹാപ്പിനെസ് ദാറ്റ് വി ഷുഡ് ഹാവ്. സോ യു ആർ ടോക്കിംഗ് അബൌട്ട് ദി ഓൾഡർ പേഷ്യൻസ്. അപ്പം കുട്ടിക്കാലത്ത് ഒരു പക്ഷേ തീരെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് ഇത്രയും റെസിലിയൻ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. വലിയതാവും തോറും ബുദ്ധിമുട്ടുകൾ ഏറി കൂടി വരികയാണോ പതിവ് ഫോർ താലസീമിക് പേഷ്യൻറ്റ്? യെസ്. സോ അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ്, നമ്മളിപ്പം ബ്ലഡിൻ്റെ കുറവാണല്ലോ താലസമിക് ചിൽഡ്രന് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബ്ലഡിൻ്റെ കുറവിൽ നമ്മൾ ബ്ലഡ് കയറ്റുന്നതന്നെ അത് കവറാവും. പക്ഷേ ആ ബ്ലഡ് കൊടുക്കുന്നുണ്ടെ ഹീമോഗ്ലോബിൻ യൂസപ്പ് ആയി കഴിഞ്ഞിട്ട് ബോഡി അതിൻ്റെ എൻഡ് പ്രോഡക്റ്റായിട്ട് വരുന്നത് അയൺ എന്ന് പറയുന്ന എലിമെൻ്റായിട്ടാണ് എൻഡായിട്ട് വരുന്നത്. അത് പക്ഷേ ബോഡിക്ക് ഇറക്കി കളയാൻ പറ്റത്തില്ല. സോ അത് ഇപ്പം കാപ്പി ഒഴിച്ചു, കാപ്പി പൗഡർ ഇട്ടു, അതേ കാപ്പി ഗ്ലാസ്സിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്യാതെ ഇട്ടുകൊണ്ടിരുന്നാൽ ആ കാപ്പി പൊടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ അയൺ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. തുടക്കത്തിൽ കുഴപ്പമില്ല, പക്ഷേ ഇപ്പം 1 in 20 days എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം ബ്ലഡ് കയറ്റണം, ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 24-25 times ബ്ലഡ് കയറ്റണം. എല്ലാത്തിനകത്തും അയൺ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ അയൺ ബ്ലഡിൽ നിൽക്കത്തില്ല, പിന്നെ അത് പോയി വേറെ ഓർഗൻസിൽ അത് ഡെപ്പോസിറ്റ് ആണ്. ആ ഡെപ്പോസിറ്റ് ഇറിവേഴ്സിബിളാണ് ഒരു ടൈം കഴിഞ്ഞാൽ. ഇറിവേഴ്സിബിൾ ആയാൽ നമ്മളിപ്പം 60 years കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന കേൾക്കുന്ന തൊട്ട് ഈ അയൺ കാരണം 15 years 20 years ഈ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യും. പക്ഷേ ട്രീറ്റ് ചെയ്താലും അത് ഹാർട്ട് ഫെയിലിയർ വെച്ച് അധികം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിതപ്പ് വരുന്ന രീതിയിലാവും. 20-25 years ഒക്കെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് കിട്ടുന്നത്. എഗെയിൻ ഇത് ഞാൻ ഹാർട്ടിൻ്റെ മാത്രം പറഞ്ഞു, ഇത് തന്നെ ലിവറിലും സംഭവിക്കാം, സിറോസിസ് ഉണ്ടാകാം, വയറിനകത്ത് വെള്ളം നിറയാം. ഇതൊക്കെയാണ് ഈ തുടക്കത്തിൽ ഇതൊന്നും നമ്മൾ അറിയില്ല. ആ ഡെപ്പോസിറ്റ് ഇറക്കി വിടാൻ പറ്റാത്ത അളവ് വരുന്നതന്നെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് യൂഷ്വലി നമ്മൾ കണ്ടിരിക്കുന്നത് ബിയോണ്ട് 20 years നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് അയൺ എടുത്ത് കളയാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അത് എക്സ്ട്രീംലി ഡിഫിക്കൾട്ടാണ്. നമ്മളും ട്രാൻസ്പ്ലാന്റ് മുന്നേ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്പ്ലാന്റ് എടുക്കുക. അതിന് കണ്ടിന്യൂസ് ആയിട്ട് 24 hours ഒരു ഡ്രഗ് നമ്മുടെ ബോഡി കൂടെ പോയിക്കൊണ്ടിരിക്കണം. സോ മൂത്ത മോനെ ആണെങ്കിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ 12 വയസ്സുള്ള സ്കിന്നിനകത്ത് വയറിലൊരു ബാഗ് കെട്ടി വെച്ചിട്ടാണ് സ്കൂളിലൊക്കെ പോകുന്നത്. 24 hours ആ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റേ അയൺ എടുത്ത് കളയാൻ. ബിക്കോസ് ഇഫ് വി സോ ദാറ്റ് ഇസ് അപ്പം ഇറ്റ് ഇസ് നോട്ട് ഈസി സ്കൂളിൽ അങ്ങനെ പോകാൻ. ആൻഡ് ഈ ചെറിയ പിള്ളേർ ദേ വിൽ മേക്ക് ഫൺ ഓഫ് ഹിം. അത് ഈ ബി ആൻ ഒബ്ജക്റ്റ് ഓഫ് റിഡിക്യൂൾ. ഇറ്റ് ഇസ് നോട്ട്, അവർ വളർന്നൊന്നെ ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. ഇപ്പോൾ വെളിയിൽ ചിലപ്പം ദാറ്റ് ഈസ് ഓൾസോ എൻ ഈക്വലി അക്സെപ്റ്റബിൾ ഓപ്ഷൻ. ബിക്കോസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഇഞ്ചക്ഷൻ മേടിക്കാനോ ദേ ഹാവ് ടു സ്പെൻഡ് മണി എവറി ഡേ ആൻഡ് അറ്റ്ലീസ്റ്റ് 5 days a week യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഇഞ്ചക്ഷൻ. അതാണ് മറ്റേ ഓൾട്ടർനേറ്റീവ്. ബട്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഇപ്പോൾ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് ആദ്യമായിട്ട് നെസ്സ ഇത് കൺസിഡർ ചെയ്തത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ച് കേട്ടത് എവിടെ നിന്നാണ്? ആരാണ് സജസ്റ്റ് ചെയ്തത്? കുഞ്ഞിൻ്റെ അസുഖം കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ആകെയുള്ളൊരു മാർഗം സ്റ്റെം സെൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ അന്ന് അത്രയും അങ്ങോട്ട് സക്സസ് അല്ല. പിന്നെ ഫുൾ മാച്ച് കിട്ടണം. ഞങ്ങൾ രണ്ടുപേരും ഹാഫ് മാച്ചാണ്, വേറെ നിവൃത്തിയില്ല. ഫുൾ മാച്ച് ആയിരിക്കണം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലൊന്നും കൂടി, കാരണം ഞങ്ങൾ മുമ്പിൽ ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങിയത് തന്നെ, ചെയ്യാം നോക്കാം എന്നുള്ളത്. ആ സമയം മുതലേ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ആരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ പല ഓർഗനൈസേഷൻസിലും രജിസ്റ്റർ ചെയ്ത് സ്റ്റെം സെൽ ഡോണേഴ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയാണ്? ഹൗ ഡസ് ഇറ്റ് ചേഞ്ച് തിങ്സ് ഫോർ ദ പേഷ്യൻറ്റ്? അതിപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയാലും താലസീമിയ ആയാലും ഹൗ ഡസ് ഇറ്റ് ചേഞ്ച്? സോ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, നമ്മുടെ ആ സ്റ്റെം സെല്ലിനകത്താണ് ഡിഫക്റ്റ് ഇരിക്കുന്നത്. സോ ഇപ്പം ഞാൻ പേഷ്യൻ്റ് ആണെങ്കിൽ, എനിക്കിപ്പം താലസീമിയ ആണെങ്കിൽ എൻ്റെ മജ്ജയ്ക്കകത്ത് വസിക്കുന്ന സ്റ്റെം സെല്ലാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ആ ഡിഫക്റ്റ് കാരണം ആ സ്റ്റെം സെൽ ഉണ്ടാക്കുന്ന റെഡ് ബ്ലഡ് സെല്ലിനകത്ത് എപ്പോഴും
ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഓക്കെ. അതുകൊണ്ട് എൻ്റെ ബ്ലഡ് എപ്പോഴും പെട്ടെന്ന് നശിച്ചു പോകും ആൻഡ് എൻ്റെ ബ്ലഡ് എപ്പോഴും കുറവായിരിക്കും. എൻ്റെ സ്റ്റെം സെൽ എൻ്റെ ബോഡിയിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ പ്രശ്നം വരുന്നത്. ഓക്കെ. ഇതിപ്പം താലസീമിയ ആണെങ്കിൽ, ഇപ്പം എനിക്ക് ക്യാൻസർ ആയിരുന്നെങ്കിലും ആ സ്റ്റെം സെല്ലിൻ്റെ ഡിഫക്റ്റ് കാരണമാണ് എൻ്റെ വൈറ്റ് സെൽസിന് തകരാറ് വന്നത്. അപ്പം സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തുവാണ്, എൻ്റെ സ്റ്റെം സെൽ നശിപ്പിച്ചിട്ട് വേറൊരാളുടെ സ്റ്റെം സെൽ എന്നിൽ കയറ്റുന്നതാണ് ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റെം സെല്ലിനകത്ത് ആ രോഗം ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് വളരുന്ന റെഡ് ബ്ലഡ് സെല്ലും വൈറ്റ് സെല്ലും എല്ലാം ഫ്രീ ഓഫ് ആ ഡിസീസ്, ദാറ്റ് ഡിസീസ് അതില്ല. സോ എനിക്കുണ്ടായിരുന്ന ഡിസീസ് വിൽ ബി വാങ്ക്വിഷ്ഡ്, കംപ്ലീറ്റ്ലി ക്യൂർഡ്. അപ്പോൾ ബേസിക്കലി നമ്മൾ നേരത്തെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒരു വെസലിൽ നിന്ന് നമ്മൾ ആ സ്റ്റെം സെൽസ് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് സ്റ്റെം സെൽസ് ഇടുകയാണ്. സോ ദാറ്റ് പ്രോസസ് വുഡ് ടേക്ക് ഹൗ ലോങ് on an average? So Dhanya, before coming to that, I just wanted to clarify because നമ്മൾ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ആദ്യം പേഷ്യൻസിൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം നമ്മൾ ഈ കിടന്നിട്ട് നട്ടലിൻ്റെ അവിടെ നിന്ന് സിറിഞ്ച് വെച്ച് വലിച്ചെടുത്ത് കളയുന്നതാണ് സാധാരണ പേഷ്യൻസിൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന തോട്ട്. ബോൺ മാരോ ബയോപ്സി ചെയ്യുന്ന കൂട്ടാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. അങ്ങനെ ഇല്ല, സർജറി ഇല്ല. എനിക്ക് പേഷ്യൻറ്റിനെ ഒട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല. നമ്മളൊരു റെഗുലർ റൂമിൽ കിടത്തും, നമ്മൾ ഈ സ്റ്റെം സെല്ലിനെ എടുത്ത് കളയണ്ട, അതിനെ നശിപ്പിച്ചാൽ മതി. അത് നശിപ്പിക്കുന്നത് ഇപ്പം ക്യാൻസറിന് കീമോതെറപ്പി കൊടുക്കുന്ന കൂട്ട് തന്നെ മരുന്നുകൾ കൊടുത്താൽ ആ സ്റ്റെം സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതേ കട്ടിലേക്ക് കിടക്കുക, മരുന്ന് കയറും, നമ്മുടെ സ്റ്റെം സെൽസ് ഡിസ്ട്രോയ് ചെയ്യും. പറയുന്ന അത്ര എളുപ്പമാണെങ്കിലും അതൊരു 5-6 ദിവസം എടുക്കും ആ പ്രോസസ്സ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാണ്, നമ്മൾ ഈ ഹിരോഷിമ നാഗസാക്കിയിൽ ആറ്റം ബോംബ് വീണപ്പോൾ ആ സമയത്ത് ചില ആൾക്കാർക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടും അവരുടെ കൗണ്ട് വളരുന്നില്ല. സോ വി റിയലൈസ് ദാറ്റ് ഇങ്ങനത്തെ റേഡിയേഷൻ എക്സ്പോജർ, ഇങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് കിട്ടിയാൽ നമ്മുടെ ബ്ലഡിന് ഉണ്ടാകാൻ പറ്റത്തില്ലെന്ന് നമുക്കൊരു ഇൻ എ റോങ് വേ വി ഗോട്ട് ഇറ്റ്. പക്ഷേ സയൻസ് മാനിപ്പുലേറ്റഡ് ദാറ്റ്, ലെവറേജ് ദാറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ട്രീറ്റ്മെൻറ്റ് വെയർ ഓക്കെ സോ ദിസ് ഇസ് വൺ വേ ഓഫ് ഡിസ്ട്രോയിങ് സ്റ്റെം സെൽ. അങ്ങനെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് റേഡിയേഷൻ വി ട്രൈഡ് മെഡിസിൻസ് ആൻഡ് നൗ with medicines, without doing any surgical procedure, I can remove my stem cell. But that doesn't solve the problem. Because എനിക്ക് പുതിയ സെല്ലും ഉണ്ടാക്കണം. എൻ്റെ സെല്ല് നശിപ്പിച്ചിട്ട് കാര്യമില്ല. ആ പുതിയ സെൽ ഉണ്ടാക്കാൻ ഞാനിപ്പം ഇഫ് സായി ഇസ് ദ ഡോണർ, സായിൻ്റെ ബ്ലഡിൽ നിന്നാണ് ഇപ്പം ഞാൻ സ്റ്റെം സെൽ എടുക്കുന്നത്. സായിനകത്ത് ഞാൻ ബോൺ മാരോ കിഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹീ ഡൊണേറ്റ്സ് ബ്ലഡ്. ആ ബ്ലഡ് എന്നിൽ കയറ്റുന്നുണ്ട്. ബ്ലഡ് കയറ്റുന്ന കൂട്ട് തന്നെ സ്റ്റെം സെല്ലിൻ്റെ കഴിവാണ് ദാറ്റ് അവർക്ക് സെർച്ച് ചെയ്ത് ബോൺ മാരോ പോയി വസിക്കാം. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് സയൻസ്. നമ്മളിതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വി റെക്കഗ്നൈസ് ദാറ്റ് ബ്ലഡ് കയറ്റിയാൽ മതി, ഇറ്റ് വിൽ ഗോ ദെയർ. അവിടെ പോയി ഇറ്റ് വിൽ ഗോ ദെയർ ആൻഡ് ഇറ്റ്സ് ഹോം ഇസ് ദെയർ ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് മൾട്ടിപ്ലൈങ്. അവിടെ നിന്ന് വരുന്ന സെല്ല് പിന്നെ ബ്ലഡിലോട്ട് ഇറങ്ങും. അതിറങ്ങുന്നതേക്ക് വാട്ട് യു ഹാവ്, ഐ ഹാവ് എ ബോഡി വിച്ച് ഇസ് ഫ്രീ ഓഫ് ബ്ലഡ് ഡിസീസ്. ശരിക്കും നമുക്ക് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഇതുപോലെ ബോണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദ ഹോൾ പ്രോസസ്സ് ഇപ്പോൾ ഡോക്ടർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ദാറ്റ് ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇൻ എ വേ, അല്ലേ? കമ്മിങ് ടു യു സച്ചിൻ, വെൻ ഡിഡ് യു ഫസ്റ്റ് ഹിയർ ഓഫ് ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്? യു ആർ എ MBBS സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ probably you would have come to know a little earlier. 2019 എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് MBBS കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ 19 ആ ടൈമിൽ നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് വിച്ച് മീൻസ് 2015 ബാച്ച്, അവരുടെ യൂണിയനാണ് നമ്മുടെ കോളേജിൽ ആദ്യമായിട്ട് DKMSുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊരു ക്യാമ്പയിൻ. ബേസിക്കലി അവർ നമുക്കൊരു സ്വാബ് കിറ്റ് തന്നു ആ ടൈമിൽ. അപ്പോൾ ആ സ്വാബിൽ ഒരു ആ സാധനം വെച്ചിട്ട് നമ്മൾ ചീക്സിൻ്റെ 2 സൈഡിലും ചീക്കും പിന്നെ നമ്മുടെ ഗംസിൻ്റെ ഏരിയയിൽ സ്വാബ് ചെയ്ത് ഇങ്ങനെ എടുക്കുക, റബ്ബ് ചെയ്തിട്ട് അതെടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് നമ്മളത് ഡ്രൈ ചെയ്യാൻ വെക്കുന്നു. നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത് ഓരോന്നും 1 മിനിറ്റ് വെച്ചിട്ടാണ്. 1 സൈഡിൽ 1 മിനിറ്റ്, ദി അതർ സൈഡ് 1 മിനിറ്റ്, അറൗണ്ട് ദ ഗംസ് 1 മിനിറ്റ്, ആൻഡ് ദെൻ വി ഹാവ് ടു കീപ് ഇറ്റ് ലൈക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് ദെൻ വി കീപ് ഇറ്റ് ഇൻസൈഡ് ദ ബാഗ് ദാറ്റ് ദി ഗേവ് us. എന്നിട്ട് അത് അവർ കൊണ്ടുപോയിട്ടാണ് അവരുടെ സാമ്പിൾ സൈസിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി ദേ ആർ സ്ക്രീനിങ് us.
So basically registering you as a potential donor. പൊട്ടൻഷ്യൽ ഡോണർ, യെസ്. അതാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു സ്ക്രീനിങ് ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇന്ന് എവിടെയെങ്കിലും ഒരു മാച്ച് ഉണ്ടാവുമോ ഫോർ എ പേഷ്യൻറ്റ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ക്രീനിങ് ആയിട്ട് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്കൊരു പിന്നെ ഫോർ ദ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടൊരു ടോട്ടൽ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. Okay. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എനിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ്. So basically it's a 3-step process for me. Okay. അപ്പോൾ സെക്കൻഡ് സ്ക്രീനിങ്ങിലാണ് വേർ ഇറ്റ് ഇസ് കൺഫേംഡ് ദാറ്റ് യു ആർ എ മാച്ച്. Yes. ഓക്കെ. സെക്കൻഡ് സ്ക്രീനിങ് എവിടെയാണ് നടത്തുന്നത്? അത് ബാംഗ്ലൂരിലാണ് പോയത്. സെക്കൻഡ് സ്ക്രീനിങ്ങിന് പോയത്. അത് എത്ര ദിവസം എടുത്തു? 3 days. 3 days for our convenience ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അവിടെ എന്താണ് ചെയ്തത്? സോ ഫസ്റ്റ് ഡേ ഞാൻ അവിടെ പോയി നിന്ന് നമുക്ക് they were like really friendly to us, so they just asked us to chill basically. അത് കഴിഞ്ഞിട്ട് ഒരു വൺ ഡേ ഫുൾ എന്ന് പറയില്ല, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ആഫ്റ്റർനൂൺ ടൈം രാവിലെ തൊട്ട് മോർണിംഗ് തൊട്ട് ആഫ്റ്റർനൂൺ വരെ അത്ര എടുത്തിട്ടുള്ളൂ ടൈം. മൊത്തം ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഇൻക്ലൂഡിങ് USGs, അൾട്രാസൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഇൻക്ലൂഡിങ് ബ്ലഡ് ടെസ്റ്റ്, എവറിഥിങ്. സോ വി ബേസിക്കലി ഗെറ്റ് ആൻ ഇൻസൈറ്റ് ഓഫ് അവർ ഓൺ ഹെൽത്ത്. അതെനിക്ക് എന്തായാലും ഞാൻ അറിയില്ലായിരുന്നു. എല്ലാം ചെക്ക് ചെയ്തു കംപ്ലീറ്റ്ലി. ഞാൻ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടോ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. സോ ദേ മെയ്ഡ് ഷുവർ ദാറ്റ് വി ആർ ഹെൽത്തി. Okay. First of all, we are donating this to a patient who is in dire need. So we need to be healthy first. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മൊത്തം സ്ക്രീൻ ചെയ്തു. ദാറ്റ്സ് എ സെക്കൻഡ് പ്രൊസീജിയർ. സോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിൻലി ഈ സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്ന ആ എനിക്കൊരു 1 week ടൈം ഡ്യൂറേഷൻ, അതാണ് നമുക്ക് ആ പ്രൊസീജിയറിന് വേണ്ടത്. അത് മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലേ, വേർ യു ഡൊനേറ്റിംഗ്. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് വാസ് ജസ്റ്റ് സ്ക്രീനിങ്. ജസ്റ്റ് 1 week ആയിട്ടാണ് ആ തേർഡ് പ്രൊസീജിയറിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. വീണ്ടും ബാംഗ്ലൂരേക്കായിരുന്നു. ബാംഗ്ലൂർ പോകുന്നു. 1 weekആണ് അവരുടെ പറഞ്ഞിരുന്നത്, 1 week ടൈം ഡ്യൂറേഷൻ. സോ ഒരു ബഫറായിട്ടാണ് 1 day വെച്ചേക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 5 days എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏർലി മോർണിംഗ് അറൗണ്ട് 5:30 ആ ടൈമിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ DKMSൻ്റെ തന്നെ ഒരു നേഴ്സ് ഉണ്ട്. ലൈക്ക് ഷീ ഈസ് വെരി വെൽ, ഐ സ്റ്റിൽ റിമെമ്പർ ഹർ, ഷീ വാസ് സോ നൈസ്. സോ ഈ 5 days നമ്മൾ GCSF എന്നൊരു ഇഞ്ചക്ഷനാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എനിക്ക് തരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ അവർ ബോഡി ഇസ് വി ഓൾറെഡി ഹാവ് സ്റ്റെം സെൽസ്. അപ്പോൾ ഈ സ്റ്റെം സെൽസിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുക. കൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിലേക്ക് അത് വരുന്ന രീതിയിൽ ബ്ലഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ബോൺ മാരിയിൽ നിന്നും കുത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ബ്ലഡിൽ നിന്ന് തന്നെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ദി 6th day മോർണിംഗിലാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് മെറ്റ് മീ ആൻഡ് ദേ ടോക്ക് ടു മീ. ദേ വർ ലൈക്ക് വെരി അഷുറൻസ് ഒക്കെ തന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഈ GCHF അല്ലേ? GCSF. Yes. അപ്പോൾ ഇത് എടുക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഡിഡ് യു ഫീൽ എനിത്തിങ്? സോ ഇനിഷ്യലി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ പ്രോപ്പറായിട്ടുള്ളൊരു കൺസെൻറ്റ് പ്ലസ് എഡ്യൂക്കേഷൻ അതിനെ പറ്റിയുള്ള ഐഡിയ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറും നേഴ്സും രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് യു മൈറ്റ് മാനിഫെസ്റ്റ് ഒരു ഫീവർ ഉണ്ടാവാം, ഹെഡ് ഏക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉണ്ടാവാം. എനിക്കുണ്ടായിരുന്നത് പേഴ്സണലി ചെറിയൊരു മൈനർ ഹെഡ് ഏക്ക് വിത്തൗട്ട് എനി മെഡിക്കേഷൻ തന്നെ ക്യൂർ ആയിരുന്നു. കംപ്ലീറ്റ്ലി സബ്സൈഡായി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഹെഡ് ഏക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ബോഡി പെയിൻ ഉണ്ടായിരുന്നു ഫോർ 1 day. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നോർമൽ. ഞാൻ തിരിച്ച് കോഴിക്കോട് വന്നു. അപ്പോൾ ജസ്റ്റ് ടു പുട്ട് ഇറ്റ് ഇൻ എ നട്ട്ഷെൽ സച്ചിൻ, ദ പ്രോസസ് ഇസ് 3 steps അല്ലേ? അപ്പോൾ ആദ്യം മൗത്ത് സ്വാബ് കൊടുത്തു, അതിനുശേഷം ഡോണറായിട്ട് മാച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു അല്ലേ? അവിടെ ഫുൾ ബോഡി ചെക്കപ്പും ബ്ലഡ് സാമ്പിൾ കൊടുത്തു. ആൻഡ് തേർഡ് സ്റ്റെപ്പ് വാസ് ലേറ്റർ വെൻ യു വെൻറ്റ് അഗൈൻ ഫോർ ദ ഡൊണേഷൻ അല്ലേ? ഓക്കെ. സോ ആകെ കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് വാസ് ദോസ് 10 days that you gave in Bangalore. An investment. I must emphasize it. Yes. ഇതിനകത്ത് അവർ they took care of your stay, they took care of your travel, എല്ലാം അവർ ശ്രദ്ധിച്ചു. You just had to go there and give your time. Exactly. And of course your blood. Yes. That's about it. പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ എത്രയോ പേർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും സ്കേർസിറ്റി ഉള്ള നമ്പേഴ്സ് ഒന്ന് ഡോക്ടർ പറയുമോ? വാട്ട് ഇസ് എ കൈൻഡ് ഓഫ് സ്കേർസിറ്റി ഓർ ഡെർത്ത് ഓഫ് സ്റ്റെം സെൽ ഡോണേഴ്സ് ഇൻ അവർ കൺട്രി? ഓക്കെ, സോ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ തന്നെ. ഞാൻ അത് പോകുന്നതിന് മുന്നേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ് നമ്മൾ ഈ ഡൊണേറ്റ് ചെയ്യാൻ സായി വെൻറ്റ് ടു ബാംഗ്ലൂർ, ദാറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ. നമ്മുടെ ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് കൂടുന്നുണ്ട്. യു ക്യാൻ ഗിവ് ഇറ്റ് ഇൻ യുവർ ഓൺ ടൗൺ. ഓക്കെ. ഇറ്റ് ജസ്റ്റ് ഹാസ് ടു ബി എ സെൻറ്റർ വിച്ച് ഷുഡ് ബി ഏബിൾ ടു കളക്ട് and it should be registered with that
രജിസ്റ്ററിങ് ബോഡി. DKMSൻ്റെ കൂടെ ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ സെർവ് ആസ് എ ഡോണർ സെൻറ്റർ. ഓക്കെ. So it might happen in future if somebody donates. It might be in your same city. സിറ്റി അതിന് ബാംഗ്ലൂർ പോകണമെന്ന് വേണ്ടി വരില്ല. But the care, the process will remain as rigid and rigorous as anywhere. അപ്പോൾ പോയത് DKMSലാണ് അതോ DKMSൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ എനിക്ക് ആ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഹോസ്പിറ്റൽ, ഒരു സെൻറ്റർ, ഒരു കളക്ഷൻ സെൻറ്ററിലേക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് പോകും. ബാംഗ്ലൂരിൽ പോയി ചെയ്തതും ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ ബ്ലഡ് അതെല്ലാം ചെയ്തത് ഒരു ഹോസ്പിറ്റലാണ്. സച്ചിൻ ഡോണറാണ്, ഡോക്ടർ ഡോണറാണോ, കൊടുത്തിട്ടുണ്ടോ? സച്ചിൻ ഒരു ഫോർച്ചുനേറ്റ് ആളാണ്. ബിക്കോസ് ഞാനും സ്റ്റെം സെല്ലിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സച്ചിൻ ഒത്തിരി എൻ്റെ കാട്ടും യങ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ അറിഞ്ഞത് ഞാൻ ഹിമറ്റോളജി പഠിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഡോണർ ആകാമെന്ന് പറ്റിയത്. സോ അപ്പോഴത്തേക്ക് ഞാൻ MBBS MD DM എത്തിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കോള് വന്നിട്ടില്ല. മാച്ച് വന്നിട്ടില്ല. എൻ്റെ HLA ഉള്ള ആർക്കും ഡിസീസ് വന്നിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. വരുമ്പോൾ അവരെന്നെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ വിളിക്കാനുള്ള സാധ്യത ഒരാൾ ഞാൻ ഇന്ന് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ 1 in a million ചാൻസ് ദാറ്റ് എൻ്റെ സ്റ്റെം സെൽ വിൽ ബി യൂസ്ഡ്. പക്ഷേ ആ 1 in a million ചാൻസ് എനിക്കാണ്. പേഷ്യൻറ്റിനാണെങ്കിൽ 1 in 3 ചാൻസ് ദാറ്റ് ഹി മൈറ്റ് ഗെറ്റ് എ ഡോണർ. ഇതിന് ഞാൻ ഫിഗേഴ്സ് പറയും. സോ ഐഡിയലി ഇന്ത്യയിൽ ബേസ്ഡ് ഓൺ ബ്ലഡ് ക്യാൻസർ, താലസീമിയ, aplastic ഡിസീസസ് വിച്ച് നീഡ് curative transplant, നമുക്ക് വേണ്ടിയ നീഡ് ഇസ് 1 lakh transplants a year in India. 1 lakh transplants a year is the need for our country. What is the challenge here? One, we don't have enough donors. 2, we don't have enough transplant centers. And 3, people are not aware. Access, availability and affordability. അതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലംസ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രശ്നം എന്തുവാണ്? ദാറ്റ് ഇപ്പോൾ എനിക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിലും അവരെനിക്ക് മാച്ച് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് ബിക്കോസ് I have a sister doesn't mean she's going to be my match. 25% chance ആണ് that she could be a match. 75% she will not be a match. So if I don't have a match in my family, I have to look outside. ആ ഔട്ട്സൈഡിനകത്ത് എത്രയും കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത്രയും എൻ്റെ പ്രോബബിലിറ്റി കൂടും. സോ വെളിയിലത്തെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ 1 in 3 കിട്ടാത്തവരിൽ 1 in 3 ഷുഡ് ഗെറ്റ് വെളിയിലത്തെ എവിടെയെങ്കിലും. 1 in 3 ഷുഡ് ഗെറ്റ് ബിക്കോസ് അവർ ഇവിടെ എന്താണ് സ്റ്റാറ്റ്സ്? ഇവിടെ ലെസ് ദൻ 10% ആണ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ്. 1.09 എങ്ങാണ്ടാണ് പെർസെൻറ്റേജ് ദ amount ഓഫ് രജിസ്ട്രേഷൻസ് ദറ്റ് വി ആർ ഡൂയിങ്. ബിക്കോസ് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് ദാറ്റ് കിഡ്നി കൊടുക്കുന്ന കൂട്ട് ചിലപ്പം ബോൺ മാരോ കൊടുത്താൽ എൻ്റെ ഒരു ഭാഗം പോകും. ആൻഡ് കേൾക്കുന്നവരും ഇതിൻ്റെ പേരിലാണ് പ്രശ്നം. ബോൺ മാരോ അല്ല, ഇപ്പോൾ ബോൺ മാരോ ഇതിനകത്തില്ല, ട്രാൻസ്പ്ലാന്റും ഇതിനകത്തില്ല. മനസ്സിലായില്ലേ? സോ ട്രാൻസ്പ്ലാന്റ് വിചാരിക്കുന്ന ആദ്യം ചിന്തിക്കുന്ന എന്തോ കിഡ്നി കൊടുത്തു, ലിവർ കൊടുത്തു. ഇതിനകത്ത് നമുക്ക് വേണ്ടാത്ത സാധനമാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിലധികം ഉണ്ട്, കൊടുത്താലും നമുക്ക് ആൻഡ് ഇറ്റ് വിൽ ഗ്രോ അഗെയിൻ. ഈ ഒരു ഡൊണേഷനകത്ത് ഡോണർ ക്യാൻ സേവ് എ ലൈഫ് വിതൗട്ട് ലൂസിങ് എനിത്തിങ്. എന്നിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഈ ഒരു തെറ്റിദ്ധാരണ ചെറുതല്ല. ആ മിസ്ഇൻഫർമേഷൻ കാരണം അവർ ബാക്ക് സ്റ്റെപ്പ് എടുക്കും. പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ദാറ്റ് ഡോണേഴ്സ് ചിലപ്പം രജിസ്റ്റർ ചെയ്യും, പക്ഷേ ഡൊണേഷൻ്റെ സമയം ഇപ്പം സായി പറഞ്ഞോട്ട് ബാംഗ്ലൂർ വരെ പോയി, അത്രയും ദൂരെ പോകാൻ തന്നെ ചിലപ്പം ഫാമിലിയിൽ നിന്ന് ആരും അലൗ ചെയ്യത്തില്ല. ഇന്ത്യയിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ ഒരിക്കലും അല്ല. എൻറ്റയർ സിറ്റി വിൽ ടേക്ക് ദറ്റ് ഡിസിഷൻ. എൻറ്റയർ സിറ്റി എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ കാണും. ആൻഡ് എല്ലാ ഒപ്പീനിയൻ വരുന്നത്തേക്ക് ചെയ്യുന്നയാൾ ചെയ്യാതായിപ്പോൾ. സോ വി ഡോണ്ട് ഹാവ് ഡോണേഴ്സ്. അപ്പോൾ അതാണ് ഒരു മേജർ ലിമിറ്റേഷൻ. ആൻഡ് ഇതെല്ലാം കൊടുത്താലും വി ഷുഡ് റെക്കഗ്നൈസ് ദാറ്റ് എവറിബഡി മൈറ്റ് നോട്ട് ഗെറ്റ് എ മാച്ച്. പക്ഷേ പെടുത്തുന്നയാൾക്ക് മാച്ച് കിട്ടിയാൽ അത് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എനിക്കും ധന്യയ്ക്കും എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന കൂട്ട് തന്നെ that patient can live a life without medicines in future. ഇതിപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് കൂട്ട് ലൈഫ് ലോങ് മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ദ ട്രാൻസ്പ്ലാന്റ് വിത്തിൻ എ ഇയർ യു ആർ ഓഫ് മെഡിസിൻസ്, യു ഹാവ് എ നോർമൽ ലൈഫ്, ആബ്സല്യൂട്ട്ലി നോർമൽ. That is what it is. You're becoming a life saver and there's little or no investment in it.
യെസ് ഫോർ എ ഡോണർ യെസ് ഫോർ എ ഡോണർ. യെസ് യെസ് നിസ കുറേ നാളായിട്ട് ഡോണർ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് തരത്തിലുള്ള സ്റ്റിഗ്മ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിസ നേരിട്ടിട്ടുള്ളത്? അപ്പം എൻ്റെ അറിവിൽ ഒരു ഡോണർ ഒരാൾക്ക് റെഡിയായി, പക്ഷെ അവർ കൊടുക്കാൻ അവർക്ക് പേടിയാണ്. എന്തുകൊണ്ട്? കൂടുതലും ഫാമിലി സപ്പോർട്ടിങ് കുറവാണ്. എന്താകും, എങ്ങനെയാകും. ഇപ്പം പെൺകുട്ടിയാണ് ഡോണറായിട്ട് വരുന്നതെങ്കിൽ ഭാവിയിൽ ആ കൊച്ചിന് പ്രഗ്നൻസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതാണ് എല്ലാവരും ചിന്ത. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉടന്നുണ്ടാകുമോ, കിടന്നു പോകുമോ, ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 4 വർഷം കണ്ടാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ ടൈം ഇതിൻ്റെ പേര് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ബോൺ മാരോ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫാമിലിയിൽ, എൻ്റെ ഫാമിലിയിൽ തന്നെ ഇങ്ങനെയാണ്, ഇത് വേണമെന്ന് പറയുമ്പോൾ അയ്യോ എല്ല് തുറന്നെടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാകും, ഞങ്ങൾ അത് ബുദ്ധിമുട്ടാകത്തില്ലേ, ടെസ്റ്റ് എങ്ങനെയാണ്, ടെസ്റ്റിൽ വെക്കാനും അത് പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ ഭാവിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല. ഇതൊക്കെ ആയിട്ട് ഫസ്റ്റ് ഫാമിലി തന്നെയാണ് ബാക്കിലോട്ട് വലിയുന്നത്. അപ്പം ഇപ്പോഴാണ് ഇതിങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇതാണ്, ഇങ്ങനെ ഈ രീതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ള, എന്നാലും പേടിയാണ് എന്താകും ഭാവിയിൽ എന്നുള്ളത്. അപ്പോൾ ഇത്രയും വർഷം അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ഡോണറിനെ കിട്ടിയിട്ടുള്ളൂ അല്ലേ ഇത്രയും വർഷത്തിൽ? ഇതിനു മുമ്പ് ഏതെങ്കിലും ഡോണേഴ്സ് മാച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഒരാൾ വന്നായിരുന്നു, സെയിം സ്റ്റെപ്പ് തന്നെയായിരുന്നു, അവർക്ക് താല്പര്യമില്ല, അവർ ബാക്ക് വലിഞ്ഞു. എത്ര കുറച്ചാണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദാറ്റ് മാച്ച് ഹാപ്പനിങ്? ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മാച്ച് വേണമെങ്കിൽ ഇറ്റ്സ് 1 in how many? I don't know the exact figures, but we only know that in the entire registry, if you put a match, you should have a possibility 1 in 3 of those patients should get a match, of those who didn't get a donor. But we should also respect the confidentiality of the donor. There is no pressure at any time on the bone marrow donor that he has to donate. We should recognize that unlike other transplants which sometimes get mired in controversy, bone marrow transplant is, nobody raises a question on bone marrow transplant because the process is very rigid. You cannot influence a donor. You cannot pay that money to the donor. He can back out any time. So that has to be respected also, because you want to keep the process clean so that it is not a bottleneck for future transplants saying that it was influenced. So if somebody backs out, there must be reasons to it. We accept it and we have to agree. But we should educate the public that these reasons should not be valid to back out. I think that is where we should stress on. But once you register, there might be a million reasons for us not to do it at that time. Maybe I have a death in my family. Maybe I got COVID. Other crisis. പക്ഷേ പിന്നീട് ചെയ്യാമല്ലോ. ചെയ്യാം. So usually what happens is നമ്മളിപ്പം ഡോണറിനെ വേണമെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൻ്റെ സാമ്പിൾ we put it online in a registry. That registry is connected to all the registries in the world. Okay. So if there is one donor available anywhere in the world, Okay. it will light up saying that, okay, this patient has so many matches in the world, or this patient has 0 matches in the world. You get that first information. That's what would have happened with Sai. That doctor there raised the query and it was identified. Now once that is identified, I will have to contact that registry. So it could be DKMS, it could be other registries in the world. They will be contacted saying that this particular patient in this hospital requires a donor, and our donor na match കിട്ടിയേക്കുന്ന ആ പർട്ടിക്കുലർ രജിസ്ട്രിയിലാണ്. അപ്പോൾ ആ രജിസ്ട്രി അത് കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഡോണറിനെ വിളിച്ച് എല്ലാം ചെയ്യിപ്പിക്കും. ആ സമയത്തും ഡോണർ ഹാസ് ദ റൈറ്റ് to say that I am unavailable. So ചിലപ്പം നമുക്ക് റീസൺസ് കിട്ടത്തില്ല. ഇപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്തുകൊണ്ട് ഡോണർ ബാക്ക് ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. ഐ വിൽ ഓൺലി ബി ഇൻഫോം ദാറ്റ് ആ ഡോണറിനെ കിട്ടാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ അസൗകര്യം, ബിക്കോസ് നമ്മൾ അവരുടെ പ്രൈവസി വി ഹാവ് ടു റെസ്പെക്ട്. സോ ചിലപ്പോൾ റീസൺ നമ്മൾ അറിയില്ല, പക്ഷെ ചിലപ്പോൾ നമ്മൾ അറിയും. ബിക്കോസ് ഇപ്പം നമുക്കറിയാവുന്ന സെൻറ്ററിൽ നിന്ന് വല്ലതും ആണെങ്കിൽ ദേ വിൽ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ആ ഡോണർ റീസൺസ് പറയും. ഇപ്പം ഇങ്ങനെ വേറെ പേഷ്യൻസ് ഉണ്ട്. ഇതിപ്പം നമുക്ക് അറിയാത്ത ഒരാളാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. ഫാമിലിയിൽ തന്നെ കൊടുക്കാത്തവരുണ്ട്, ബിക്കോസ് ഈ ഒരു പേടി കാരണം. ഞാൻ മിസ്കൺസെപ്ഷൻസ് ആണ് അല്ലേ, ഭയങ്കര പേടിയാണ്. ഇത് ഇറ്റ് ഇസ് ദെയർ.
ഇതിപ്പം ആൻഡ് ഇറ്റ്സ് ഒരു ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെ ഉള്ളൂ, അതിനപ്പുറം ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? പക്ഷെ ആ വാക്കാണ് ട്രാൻസ്പ്ലാന്റ്, അതൊരു സർജറി ആയിട്ടാണ് എല്ലാവരും മനസ്സിലിരിക്കുന്നത്. കിടക്കുന്നത്. ഇപ്പോൾ സച്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ്റെ കൂടെ കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അവരിൽ ആരെങ്കിലുമൊക്കെ മാച്ച് ആയിട്ടുണ്ടാവുമല്ലോ, അവരൊക്കെ പോയി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു? ഐ എം ഷുവർ പലരും വന്ന് സംസാരിച്ചിട്ടുണ്ടാവും ടു നോ വാട്ട് ദ പ്രോസസ് വാസ് ലൈക്ക് ആൻഡ് എന്തെങ്കിലും അതിന് എന്താ പറയുക ഒരു സൈഡ് ഇഫക്ട്സ് ഉണ്ടോ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? സോ മാം, ഞാൻ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ബാച്ചിൽ തന്നെ ഒരാളിങ്ങനെ മാച്ചായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആക്ച്വലി ഹൗ വാസ് ദിസ് പ്രൊസീജിയർ, എങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ കൺസേൺ വാസ് ബാംഗ്ലൂർ പോകുന്ന കാര്യം. അത് ചോദിച്ചു എങ്ങനെയാണ് പ്രൊസീജിയർ സ്മൂത്ത് ആണോ. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കണ്ട കാര്യങ്ങളാണല്ലോ, ലൈക്ക് ഒരു ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളിൽ. എനിക്ക് ഐ വാസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ്. സോ ഞാൻ ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ലൈക്ക് ജസ്റ്റ് ആ ടൈം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ഇത്രയും വലിയൊരു കാര്യത്തിനായതുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് തോന്നുന്നില്ല ഇച്ചിരി ലൈക്ക് ഇഫ് ദേ ആർ വില്ലിങ് ദേ വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു ദ ടൈം ടു ഗോ. അപ്പോൾ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ലീവ് ഭയങ്കര ഈസി ആയിട്ടാണ് കിട്ടിയത്, കാരണം ദേ ന്യൂ ഇറ്റ്, ദേ വെയർ ഡോക്ടേഴ്സ്, സോ ദേ ന്യൂ ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അവിടെ പോയി കഴിഞ്ഞിട്ട് യു വോണ്ട് നോ എനിത്തിങ്, ലൈക്ക് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ ദ പ്രൊസീജിയേഴ്സ്. പക്ഷേ she backed off. Okay. So the reason that she told me was her parents were not willing. എൻ്റെ ഫാമിലിയിൽ നിന്നും കാരണം മൈ ഫാമിലി ലൈക്ക് ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്, സോ ദേ ഡോണ്ട് നോ അബൌട്ട് ദിസ്. അപ്പോൾ അവർക്കും ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ പോകണ്ട എന്നുള്ള കാര്യം, ഈ ബാംഗ്ലൂർ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, എന്താ അറിയില്ല, യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ്. എല്ലാവർക്കും മെയിൻലി സെക്യൂരിറ്റി റീസൺസ് ആയിരുന്നു, കൂടെ ആരെങ്കിലും ഉണ്ടാവണ്ടേ, ഇത്രയും ദൂരെ പോകണ്ടേ എന്നുള്ള കാര്യം, കേരളത്തിൽ നിന്നിട്ട് ഒബ്വിയസ്ലി. സോ എൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ ആരെ വേണമെങ്കിലും ലൈക്ക് ഓഫ് ദ പേഴ്സൺ ഓഫ് മൈ ചോയ്സ്, ഇപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ എൻ്റെ വെരി നിയർ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ്, അവരെൻ്റെ കൂടെ അക്കമ്പനി ചെയ്യാനുള്ള പെർമിഷൻ ആക്ച്വലി DKMSൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. സോ വാട്ട് ഐ ഡിഡ് വാസ്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഹി വാസ് റിയലി കോപ്പറേറ്റീവ്. സോ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ബാംഗ്ലൂർ പോയത്, ഒരുമിച്ച് പോയി. ആൻഡ് ഹി വാസ് ദെയർ വിത്ത് മീ, ഹി സോ ദി എൻറ്റയർ തിങ്. സോ അവനും ഇൻഫോംഡ് ആണ്, ആൻഡ് ഹി ഈസ് ഓൾസോ ലൈക്ക് എൻറോൾഡ് ഇൻ ടു ദിസ് ക്യാമ്പയിൻ. അപ്പോൾ ആർക്കും വേണമെങ്കിലും കൂടെ ട്രാവൽ ചെയ്യാം, പേരൻസോ സ്പൗസോ ആർക്കെങ്കിലും കൂടെ പോയി താമസിച്ച് ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാവുന്ന, നേരിട്ട് കാണാൻ പറ്റും. ശരിക്കും ആ GCSF ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞ കാര്യം, ആ ഇഞ്ചക്ഷൻ തരുന്നതെല്ലാം അവരുടെ പ്രസൻസിൽ തന്നെയാണ്, ഇൻക്ലൂഡിങ് ആ ബ്ലഡ് സ്റ്റെം സെൽ ആ നമുക്ക് എടുക്കുന്ന ടൈം തന്നെ അതെല്ലാം കാണാൻ പറ്റും ഇൻ റിയൽ ടൈം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ചെയ്യേണ്ട കാര്യമല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ റൂം. ഒരു നോർമൽ റൂമിൽ ഒരു ബെഡ് ഉണ്ടാവും, പിന്നെ ആ ഒരു മെഷീൻ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ബ്ലഡ് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ടാവും. ആൻഡ് വിൽ ബി ലൈക്ക് നോർമലി നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന പോലെ രണ്ട് കണക്ട് ചെയ്ത് വെച്ചേക്കും, തിരിച്ച് ബ്ലഡ് കയറ്റാനുള്ള ഒരു ഇവിടെ ഉണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ സ്റ്റെം സെൽസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി ബ്ലഡ് തിരിച്ച് കയറ്റുകയാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, എന്നിട്ട് ഈ മെഷീനകത്ത് ആ ബ്ലഡ് പാസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെം സെൽസിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു അപ്പാരറ്റസ് ആണത്. എന്നിട്ട് തിരിച്ചു വരുന്ന ബാക്കി ബ്ലഡ് ഉണ്ട്, ആ ബ്ലഡ് നമ്മുടെ ബോഡി തന്നെ കയറ്റുന്നുണ്ട്. അത് തന്നെയാണ് സാർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തത്, വി ഡോണ്ട് ലൂസ് എനിത്തിങ് ഫ്രം അസ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ആ ടൈമിൽ തോന്നിയത്, ആസ് ഇൻഡിവിജ്വൽസ് വി ഷുഡ് ഹാവ് എ സേ ഓഫ് അവർ ഓൺ. നമുക്ക് കുറച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് എല്ലാവരും പറയുന്നത് മാത്രം കേട്ടിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെയിൻ്റെ ആവശ്യമില്ലല്ലോ. വി നീഡ് ടു തിങ്ക് ഓഫ് അവർ ഓൺ. സോ ഐ ഡിഡ് മൈ റിസർച്ച്, ഐ ആസ്ക്ഡ് മൈ പിയേഴ്സ്, ഐ ആസ്ക്ഡ് മൈ HODs, ലൈക്ക് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. സോ ഐ ആസ്ക്ഡ് ദെം ഓഫ് ഹൗ ദ പ്രൊസീജിയേഴ്സ്. ആൻഡ് ദെൻ അവർ വഴി എനിക്ക് ഈ DKMSൻ്റെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ, അവരുടെ എങ്ങനെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. വിത്തൗട്ട് DKMS വഴി അല്ലാണ്ട് ചുറ്റുള്ള അവിടുത്തെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വഴിക്ക് ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. ആൻഡ് വൺ ഓഫ് ദം ടോൾഡ് മീ, ഐ റിയലി റിമെമ്പർ, വൺ ഓഫ് ദം ടോൾഡ് മീ ലൈക്ക് ഇഫ് യു ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി പ്ലീസ് ഗോ ഡു ഇറ്റ്. Like it is one of the most noble things that you can do without spending a penny. അപ്പോൾ അത് ശരിക്കും അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ആ ഒരു one single call I still remember. And then it was a no brainer. Like ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തു, ഞാൻ നോക്കിയപ്പോൾ ഞാനൊരു ഡോക്ടർ ഒബ്വിയസ്ലി ഞാൻ ആ ടൈമിൽ തേർഡ് ഇയറിലോട്ട് എൻ്റർ ചെയ്തിട്ടുള്ളൂ. സോ ആസ് എ ഡോക്ടർ ഒബ്വിയസ്ലി our mission is to save lives or to make the quality of life better. സോ എനിക്ക് നമ്മുടെ ആ ഒരു UG ലൈഫിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, ഇഫ് ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്, then who else will do it? You are an inspiration to many on because of this.
ഡോക്ടർ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇപ്പം 3 കുഞ്ഞുങ്ങളാണല്ലോ നെസ്സിക്ക്. അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, ഇത് അറിവിന് വേണ്ടി മാത്രം ചോദിക്കുകയാണ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ശരിക്കും എങ്ങനെയാണ് മാറാൻ പോണത്? ഇതിനകത്ത് എന്തെങ്കിലും ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടോ? ഈ 2 വശങ്ങളും ഒന്നും കൂടി പറയാം. സോ ഇതൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വെരി ഇമ്പോർട്ടൻ്റ് ഒരു അറിവാണിത്. അതായത് തലസീമിയ പേഷ്യൻസ് അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് ഡിസിഷൻസ് എടുക്കാൻ. ഓക്കെ. സോ നമ്മളിപ്പം ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമ്മളെപ്പോഴും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്പ്ലാന്റ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 6 വയസ്സിൻ്റെ താഴെ നമ്മളൊരു താലസീമിക് ചൈൽഡിനെ ചെയ്താൽ എക്സ്ട്രീംലി ഗുഡ് ഔട്ട്കംസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 10 പേരെ ചെയ്താൽ 9 കൂടുതൽ ആൾക്കാർ ക്യൂറേറ്റീവ് സക്സസ്ഫുള്ളി ട്രാൻസ്പ്ലാന്റ് ഓവർകം ചെയ്യും. 10 years വരെ അത് ഇച്ചിരൂടെ കുറഞ്ഞാലും ഇച്ചിരൂടെ ബെറ്ററാണ്. 95% ആണ് വിത്തിൻ 6 years. 10 years വരെ ചെയ്യുവാണെങ്കിൽ അപ് ടു 90% സക്സസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈം സക്സസ് അല്ല, ഇത് ലൈഫ് ലോങ്. ഈ എല്ലാ 20 ദിവസം വന്ന് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നയാൾ ബ്ലഡ് കൂടി വരും, മനസ്സിലായില്ല, ബ്ലഡ് കൂടി വരും. എന്നിട്ട് നമ്മൾ ഈ അയൺ കളയാനായിട്ട് ബ്ലഡ് കളയാൻ പറയാം. അങ്ങനത്തെ ഒരു ലെവലിൽ എത്തും. അതൊരു ടോട്ടലി ട്രാൻസ്ഫോർമേഷനാണ്. ഈ 3 ആഴ്ച വന്ന് ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പം ഞാൻ പറയും പ്ലീസ് ഗിവ് ഔട്ട് ബ്ലഡ്, ബിക്കോസ് നമ്മൾ അയൺ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇസ് ലൂസിങ് ബ്ലഡ്. ഫ്രോം എ റെസിപ്പിയൻറ്റ് നമ്മൾ ഡോണറിലോട്ട് മാറുകയാണ്. അത്രയും മാറ്റമാണ്. ആൻഡ് ലൈഫ് ലോങ് പിന്നെ ഇതിൻ്റെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇറ്റ് ഇസ് ഓവർ, ഇറ്റ് ഇസ് ഡൺ, ഇറ്റ്സ് ഡൺ. ആൻഡ് താലസീമിയ ഒക്കെ ഡസൻറ്റ് കം ബാക്ക്. ലുക്കീമിയാസിലൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഫിയർ ഉണ്ട്, ബിക്കോസ് അത് അക്വയർഡായിട്ട് വന്ന ജനറ്റിക് ചേഞ്ചസ് ആണ്, അത് പിന്നെയും വരാം. ഇതിപ്പോൾ ഇൻഹെറിറ്റഡ് നമ്മൾ ഫുള്ളി അടിച്ച് മാറ്റിയാൽ ഇറ്റ്സ് ഡൺ ആ വൺ ടൈം. ബട്ട് ദർ ഇസ് റിസ്ക്. അത് ഞാൻ ക്വാളിഫൈ ചെയ്യും ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ. അതിനകത്തൊരു റിസ്ക് ഉണ്ട്. 10 years കഴിയുന്നത്തേക്ക് ഞാൻ ഈ പറഞ്ഞോട്ടെ അയണിൻ്റെ ഡെപ്പോസിറ്റൊക്കെ വരുന്നുണ്ട്. എല്ലാം ഓർഗൻ്റെ ഫങ്ഷൻ നോർമൽ ആളുടെ അത്ര ഇല്ല. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ബോഡിയിൽ സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി സിമിലർ അല്ല. അപ്പം ദർ ക്യാൻ ബി കോംപ്ലിക്കേഷൻസ്, ദർ വിൽ ബി കോംപ്ലിക്കേഷൻസ്. പക്ഷേ ആ കോംപ്ലിക്കേഷൻസ് നമ്മൾ മിക്കവാറും നേരിടാൻ പറ്റും. എന്നാലും നമ്മൾ പറയുന്നത് സംടൈംസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് ബിയോണ്ട് 10 years ഓഫ് ഏജ് ഒരു 20 to 30% റിസ്ക് ടു ലൈഫ് ഉണ്ട് വിത്ത് എ ട്രാൻസ്പ്ലാന്റ്. പക്ഷെ മറുവശത്ത് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ബിയോണ്ട് 25 years ദർ ഇസ് 0% ചാൻസ് ഓഫ് ലിവിങ്. അപ്പോൾ നമ്മൾ ഈ 20-30% റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കൂ എന്ന് വി റെക്കമെൻഡ്. ലെസ് ദൻ 10 years ആണെങ്കിൽ ഇറ്റ് ഇസ് എ 10% റിസ്ക്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ കുറവ് റിസ്ക് ആണ് അത്. യു ക്യാൻ സ്റ്റിൽ ബി ഹിറ്റ് ബൈ എ കാർ whatever you do. So അങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് റിസ്ക് ഇസ് വെരി മിനിമൽ കമ്പയർഡ് ടു ദ ബെനിഫിറ്റ്, ബട്ട് ദർ ആർ റിസ്ക്. പക്ഷേ മോസ്റ്റ് സെൻറ്റേഴ്സ് ആർ വെരി വെൽ എക്യുപ്ഡ് ടു ഹാൻഡിൽ ആ ഒരു ചാലഞ്ച്, ആ ഒരു കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാൻ മിക്കവാറും ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ആർ കേപ്പബിൾ. സോ അതൊരു ലിമിറ്റേഷനായിട്ട് വരില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, ഒരു ചാൻസ് ഇൻ ലൈഫ് കൊടുത്തിട്ടുണ്ട് ഒരാളെ ശരിയാക്കാൻ. ആൻഡ് എവറി ഡോക്ടർ വിൽ ഡു ദിയർ ബെസ്റ്റ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി കൺഫ്യൂഷൻ ഇൻ മൈ മൈൻഡ് that they will go to all levels to ensure that they are out. But still we might have some challenges because that's how medicine is. ഈ ഫുൾ സിനാരിയോ കാണുമ്പോൾ എനിക്ക് ആകെ കൂടെ ഒരു പ്രശ്നമേ തോന്നുള്ളൂ. ഈ ഒരു മിസ്കൺസെപ്ഷനും ഈ ഒരു സ്റ്റിഗ്മ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഐ ഹാവ് ഹേർഡ് ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ഡോണർ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പ്രൊസീജിയർ ഇസ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ്. ഡിസൈഡ് എ നീഡ്, റിക്വയർമെൻറ്റ് എത്ര ഗ്രേവ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. 3 കുഞ്ഞുങ്ങളുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിന് മുകളിലാണ്. ആൻഡ് അവിടെ നമുക്ക് ഡോണേഴ്സിനെ കിട്ടുന്നില്ല. ആൻഡ് ഡോണേഴ്സിനെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ജസ്റ്റ് ബിക്കോസ് ഓഫ് എ ഫ്യൂ മിസ്കോൺസെപ്ഷൻസ്. ഇത് ശരിക്കും ഒരു വല്ലാത്തൊരു പ്രെഡിക്കമെൻ്റ് ആയിരിക്കും അല്ലേ ഡോക്ടർ? ഒരു സയൻറ്റിഫിക് പേഴ്സൺ എന്ന നിലയ്ക്ക് ഇത് കാണുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി കോസിങ് യു എ ലോട്ട് ഓഫ് agitation. Look at her. I know that she's looking at her children and she knows there is a timeline to it. I don't know how to explain that. It's difficult to be in her shoes. It's difficult.
and you're treating those kids, 3 of them. Yeah, but I'm not her. Okay, so I her thing I don't know. You're a mother. We are all parents. Just imagine if you have to look at your children like that. It's I don't know. We have to do something to change it. Yes, we have to do something to change it, and I request all of you to please hear this again. ഒന്നുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഈ ഫുൾ എപ്പിസോഡ് ഒന്ന് ഇരുന്ന് കാണുക, അല്ലെങ്കിൽ കേൾക്കുക. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴെങ്കിലും വോളിയം കൂട്ടി വെച്ചിട്ട് കേൾക്കുക. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ, എന്ത് ഡിഫിക്കൽട്ടീസ്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കും. അതിലുള്ള കൺസേൺ നമ്പേഴ്സ് ഞാൻ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ലിങ്ക്സ് തന്നിരിക്കും. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും നിങ്ങൾ റെഡി ആണെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ഐ വുഡ് റിക്വസ്റ്റ് യു ടു ആക്ച്വലി ലുക്ക് ത്രൂ, ആൻഡ് ഇഫ് യു നീഡ് എനി കൈൻഡ് ഓഫ് എ ഹെൽപ്പ് ഓർ എനി കൈൻഡ് ഓഫ് അഡ്വൈസ്, പ്ലീസ് റീച്ച് ഔട്ട് ടു മീ ഇൻ ദ കോമെൻറ്റ് ബോക്സ്. വി ക്യാൻ ഓൾവേസ് ടേക്ക് ദിസ് ഫോർവേഡ്. എന്തായാലും ഡോക്ടർ as a person who has donated, doctor as a person who treats patients, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തോട്ട് that you want to send across to our dear viewers, please share. It's one of the most simplest ways that you can save a patient's life. എനിക്ക് അതിനേക്കാളും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യത്വം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെപ്പോലൊരു ആ ടൈമിലൊരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്ന എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി any man, any person who is healthy enough to donate can definitely do it. And if you do it, if it somehow brings a change in a person's life, then what else matters? Obviously, ഇപ്പോൾ നിങ്ങൾക്കൊരു പനിയോ ചുമയോ എന്ന് കഴിയുമ്പോൾ നിങ്ങളുടനെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇപ്പം പെട്ടെന്ന് പോയിട്ട് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിനേക്കാളും വലിയ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരാളെ പെർമനൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ ആ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളെയും കൊണ്ട് നമുക്ക് തന്ന ഈ ജീവിതത്തിൽ ഒരാളെയും കൂടെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, ഫുള്ളി ക്യൂർ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇരുന്ന് കട്ടിലെ കിടന്നുകൊണ്ട് ഒരു പൈസയും ചിലവാക്കാതെ വേറെ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ദിസ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ്. ഒരു ഡോണറായാൽ സംബഡി സംവെയർ ഇൻ ദ വേൾഡ് വിൽ ബി ക്യൂർഡ് ഓഫ് ദെയർ ഡിസീസ്. I think that is what God has sent us for. We have to, I hope it will work. Yeah. I hope. നിസ്സയ്ക്ക് എന്താ പറയാനുള്ളത്? 3 കുഞ്ഞുങ്ങളുടെ പേരെന്താണെന്ന് പറയാം? ഫൈസി, ഫൈഹ, ഫായിസ്. ഫൈസി മൂത്താള്, ഫൈഹ മോള്, ഫായിസ് മൂന്നാമത്തെ ആള്. എൻ്റെ മൂത്ത മോൻ പറയും അവനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അവനിക്ക് അതുവരെയും എത്താനുള്ളൊരു ചാൻസ് ഉണ്ടോ അവൻ്റെ ലൈഫിൽ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കും. മക്കൾ എവിടം വരെ എത്തും എന്നറിയത്തില്ല. ഒരു ഇതാണല്ലോ എപ്പോഴും ഒരു ടെൻഷനുള്ളൊരു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകും. കാര്യം അവർക്കല്ലെങ്കിലും വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ, അതാണ് ചിന്തിക്കുന്നത്. ഒരു ജീവൻ അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവൻ ഒരു പുതുജീവൻ നൽകാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. നിസ്സ പറഞ്ഞൊരു കാര്യം, അത് ഒരു സെൻറ്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അതായത് എൻ്റെ കുഞ്ഞുങ്ങൾക്കല്ലെങ്കിലും ആർക്കെങ്കിലും ഇതുകൊണ്ട് ഹെൽപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഹെൽപ്പ് ഉണ്ടാവട്ടെ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. നിസ്സ ഇതൊരു ഗ്ലോബൽ രജിസ്ട്രിയാണ്. ആൻഡ് ഈ ഗ്ലോബൽ രജിസ്ട്രിയിൽ ഇത്രയും വർഷം ട്രൈ ചെയ്തിട്ടും ഒരു ഡോണറിനെ, ഒരു മാച്ചിങ് ഡോണറിനെ കിട്ടിയിട്ടില്ല. അത്രയ്ക്കും റെയറാണ്. ആൻഡ് മറുവശത്താണ് സച്ചിൻ ഇരിക്കുന്നത്. സച്ചിന് വിത്തിൻ ഐ തിങ്ക് എ ഇയർ ഓർ 2 ഒരു മാച്ച് കിട്ടി അല്ലേ? ഇത് ശരിക്കും ഒരു ലക്ക് ഫാക്ടറോ എന്തോ ഒരു, അതിനകത്തെ ആ പ്രോബബിലിറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് റെയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് എനി ഓഫ് യു സിറ്റിംഗ് ദെയർ, നിങ്ങളൊരു മാച്ച് ആണെങ്കിൽ ഐ മീൻ 3 lives, അതുപോലെ തന്നെ എത്രയോ ലൈഫ്സാണ് ചേഞ്ച് ചെയ്യാൻ പോണത്. സോ ജസ്റ്റ് ടു ഗിവ് യു എ ബ്രീഫ്, ഈ ഒരു കോൺവെർസേഷനിൽ ഉണ്ടായിരുന്ന നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീണ്ടും ഒന്ന് കേട്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകുന്ന അവിടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ആ NGOൻ്റെ ലിങ്കാണ്, വേർ യു ക്യാൻ രജിസ്റ്റർ ആസ് എ പൊട്ടൻഷ്യൽ ഡോണർ. ആ ലിങ്കിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് ഡീറ്റെയിൽസ്, അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു കിറ്റ് അയക്കും. ഈ കിറ്റിൻ്റെ കവറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ആ മാനുവൽ അത് വായിക്കുക നല്ലവണ്ണം. ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്വാബ്സ് കിട്ടും. ഇത് വായിലിട്ട് നല്ലവണ്ണം ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത്
സ്വാബ് കളക്ട് ചെയ്യുക, സാമ്പിൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തൊരു കിറ്റുണ്ട്. ഈ കിറ്റിലേക്ക് ഇതിടേണ്ട കാര്യമുള്ളൂ. ആൻഡ് ഇവിടെ ഒരു QR കോഡുണ്ട് സ്കാൻ ചെയ്യാൻ. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരിലേക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് നമ്മൾ ഇടുകയാണ്. അവർ തന്നെ ഇത് കളക്ട് ചെയ്തോളൂ. നമുക്കൊന്നും മെനക്കെടേണ്ടയില്ല. എവറിത്തിങ് കംസ് ടു യു ദേ വിൽ ഓൾസോ ടേക്ക് ഇറ്റ് ബാക്ക് ഫ്രം യുവർ പ്ലേസ്. ആകെ കൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ ഫോം ഫില്ല് ചെയ്ത് ഇത് കളക്ട് ചെയ്ത് ഈ കിറ്റിനകത്ത് ഇടുക എന്നുള്ളത് മാത്രമാണ്. ഇറ്റ് ഇസ് സച്ച് എ സിമ്പിൾ പ്രൊസീജിയർ. എവറിത്തിങ് ഇസ് ഡീറ്റെയിൽഡ് ഇൻ ദിസ് കോൺവെർസേഷൻ. So I request you all to please think about it seriously and to spread the awareness and try and share with as many people as you can. കാരണം ആർക്കാണ് എവിടെയാണ് നമ്മുടെ ഒരു ചെറിയ എഫേർട്ടിൽ നിന്ന് അവരുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആവാൻ പോകുന്നതെന്ന് അറിയില്ല. സോ പ്ലീസ് ഡു ദ നീഡ്ഫുൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് all of you for being a part of the show.